ഇന്ത്യൻ വാഹന വിപണിയിൽ 125 cc എഞ്ചിനു മുകളിലുള്ള എല്ലാ ബൈക്കുകൾക്കും ABS നിർബന്ധമാക്കാൻ പോവുകയാണ്. ഈ നിയമം പ്രാബല്യത്തിൽ എത്തുന്നവരെ മാത്രമേ ABS ഇല്ലാത്ത ബൈക്കുകൾക്ക് വിപണിയിൽ ആയുസുള്ളൂ. എന്താണ് ABS ബൈക്കുകളുടെ ഗുണം? എങ്ങനെയാണ് ഇവ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു റൈഡർക്ക് തുണയാകുക? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് വാഹനപ്രേമികളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. ഇനിയും ഇത് കൃത്യമായി മനസ്സിലാക്കാത്തവർക്കായി ഇതാ ഒരു വീഡിയോ നൽകുന്നു. ABS ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം ഉള്ള ബൈക്കും ഇല്ലാത്ത ബൈക്കും തമ്മിലെ വ്യത്യാസം വ്യക്തമായി കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ABS ഉള്ള പുതിയ തലമുറ KTM 390 ഡ്യൂക്കും ABS ഇല്ലാത്ത KTM 200 ഡ്യൂക്കുമാണ് വീഡിയോയിലുള്ളത്. കാടു പിടിച്ച ഒരു പ്രദേശത്തെ വഴിയിലൂടെ ഇവ പോകുന്നതാണ് വീഡിയോയിൽ നമുക്ക് കാണാനാവുക. റോഡില്ലാത്ത മൺപാത ആയതിനാൽ തന്നെ ബൈക്ക് തെന്നിമാറാനുള്ള സാധ്യതയേറെയാണ് ഈ വഴിയിൽ. വഴിയുടെ ഉയർന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് ആദ്യം വന്നത് ഇരട്ട ചാനൽ ABSോട് കൂടിയ KTM 390 ഡ്യൂക്കാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ വളരെ അനായാസം 390 ഡ്യൂക്ക് ഇറങ്ങി വരുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. എന്നാൽ രണ്ടാമതായി ABS ഇല്ലാത്ത KTM 200 ഡ്യൂക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. താഴേക്ക് ഇറങ്ങി വരുന്ന 200 ഡ്യൂക്ക് റൈഡർ ബൈക്ക് നിയന്ത്രിക്കാനായി ബ്രേക്ക് ചെയ്യുമ്പോൾ ടയറുകൾ ലോക്കായി ബൈക്ക് തെന്നിമാറുന്നത് കൃത്യമായി കാണാം. ഒരു വിധത്തിൽ ഇത് നിയന്ത്രിച്ച റൈഡർ പോകുന്നതാണ് വീഡിയോയുടെ അവസാനം കാണുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ റൈഡറുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്കാണ് ABS വഹിക്കുന്നത്. പെട്ടെന്നുള്ള ബ്രേക്കിംഗിൽ ടയറുകൾ തെന്നിമാറാതെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് ABS. ബ്രേക്ക് പെഡലിൽ ചവിട്ടുമ്പോൾ ബ്രേക്ക് ഹോസിൽ ഹൈഡ്രോളിക് സമ്മർദ്ദം വർദ്ധിക്കും. റിസർവിയറിലുള്ള ബ്രേക്ക് ഓയിലും ഹൈഡ്രോളിക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇതേ സമ്മർദ്ദമാണ് കാലിപ്പറുകൾക്കുള്ളിലുള്ള ബ്രേക്ക് പാഡുകളിലേക്ക് എത്തുക. തൽഫലമായി ഡിസ്കിലേക്ക് ബ്രേക്ക് പാഡുകൾ വന്നണയും. ഇത് വാഹനത്തിന്റെ വേഗം കുറയ്ക്കും. ABS ഇല്ലാത്ത വാഹനത്തിൽ കൂടുതൽ ശക്തിയിൽ ബ്രേക്ക് പ്രയോഗിച്ചാൽ റോട്ടറിലേക്ക് കൂടുതൽ സമ്മർദ്ദം വന്നെത്തും. ഇക്കാരണത്താൽ ഡിസ്കിനൊപ്പം വീലും പെടുന്നതിനെ ലോക്ക് ചെയ്യപ്പെടും. ABS സംവിധാനമുള്ള വാഹനങ്ങളിൽ ഇക്കാര്യങ്ങൾ ഒരൽപ്പം വ്യത്യസ്തമാണ്. വീലുകളുടെ കറക്കം നിരീക്ഷിക്കുന്നതിന് വേണ്ടി സെൻസറുകൾ ABS വാഹനങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിമിഷ നേരത്തേക്ക് പോലും വീൽ ലോക്ക് ചെയ്യപ്പെട്ടുവെന്ന് സെൻസറുകൾ മനസ്സിലാക്കുന്ന പക്ഷം ബ്രേക്ക് സമ്മർദ്ദം ഉചിതമായി കുറയ്ക്കപ്പെടും. പിന്നാലെ ആവശ്യമായ ബ്രേക്കിംഗ് സമ്മർദ്ദം വീലുകളിൽ ABS സംവിധാനം വീണ്ടും ചെലുത്തും. ഈ വർഷം ഏപ്രിൽ മുതലാണ് 125 cc മുകളിലുള്ള ബൈക്കുകളിൽ ABS നിർബന്ധമാക്കുന്നത്.